സ്നേഹ പറഞ്ഞ ആ വാക്കുകൾ അർജുന്റെ നെഞ്ചിനെ വീണ്ടും പിടിച്ചുലച്ചു. അവനൊന്നും പറയാനാകാതെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഇതേ സമയം ബാംഗ്ലൂരിലെ മറ്റൊരു ആഡംബര അപ്പാർട്ട്മെന്റിൽ തന്യ വല്ലാത്തൊരു ദേഷ്യത്തിലായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി അർജുൻ അവളുടെ ഫോൺ കോളുകൾ എടുക്കുന്നില്ല, മെസ്സേജുകൾക്ക് മറുപടിയും നൽകുന്നില്ല. വിക്രമിനെ വിളിച്ചപ്പോൾ അർജുൻ ഹോസ്പിറ്റലാണെന്ന വിവരം മാത്രമാണ് അവൾക്ക് ലഭിച്ചത്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ആർക്കും അറിയില്ലായിരുന്നു. അവനിപ്പോ ആ നാട്ടുമ്പുറത്തുകാരുടെ കൂടെയാണോ? എന്നെ ഒഴിവാക്കാൻ നോക്കുവാണോ? തന്നെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവളുടെ ഈഗോയും ഉടമസ്ഥ മനോഭാവവും അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. അർജുൻ മറ്റാരുടെയും ആകുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവൾ ഉടൻ തന്നെ തന്റെ കാറിന്റെ കീ എടുത്ത് അർജുന്റെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു. ഫ്ലാറ്റിൽ അർജുൻ സ്നേഹയ്ക്കുള്ള മരുന്നെടുത്ത് വെക്കുകയായിരുന്നു. അപ്പോഴാണ് ഡോർബെൽ കടുത്ത ശബ്ദത്തിൽ തുടർച്ചയായി മുഴങ്ങിയത്. അർജുൻ വന്ന് വാതിൽ തുറന്നു. മുന്നിൽ കാലുതുള്ളി നിൽക്കുന്ന തന്യ. അവൾ അർജുനെ തള്ളിമാറ്റി അകത്തേക്ക് കയറി. എന്താണ് അർജുൻ നിന്റെ വിചാരം? ഞാൻ എത്ര വട്ടം നിന്നെ വിളിച്ചു? നീ ആ നാടൻപെണ്ണിന്റെ കൂടെ ഇവിടെ അടിച്ചു പൊളിക്കുവാണോ? തന്യ ആക്രോശിച്ചു. തന്യ, ശബ്ദം കുറയ്ക്ക്, അവൾക്ക് സുഖമില്ലാതെ കിടക്കുവാണ്. അർജുൻ ശബ്ദം താഴ്ത്തി കർശനമായി പറഞ്ഞു. അവൾക്ക് സുഖമില്ലെങ്കിൽ എനിക്കെന്താ? നീ എന്റെ ഫോൺ എടുക്കാത്തത് എന്താ? തന്യ നേരെ സ്നേഹയുടെ ബെഡ്റൂമിലേക്ക് നടന്നു. അർജുൻ അവളെ തടയാൻ നോക്കിയെങ്കിലും അവൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. കട്ടിലിൽ കയ്യിൽ കെട്ടുമായി കിടക്കുന്ന സ്നേഹയെ തന്യ കണ്ടു. തന്യയുടെ ഭാവം പെട്ടെന്ന് മാറി. അവൾ സ്നേഹയെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ഓ, അപ്പൊ ഇതാണോ കാര്യം? ഒരു ചെറിയ മുറിവുണ്ടാക്കി അർജുന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കുവാണല്ലേ നീ? നാട്ടിൻപുറത്ത് അല്പത്തരം ബാംഗ്ലൂരിൽ കാണിക്കാൻ വരരുത്. തന്യ സ്നേഹയ്ക്ക് നേരെ നടന്നു ചെന്ന് അവളുടെ മുറിവുള്ള കൈക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങി. നീ എത്ര തന്ത്രം കാണിച്ചാലും അർജുൻ എന്റേതാണ്. അവൻ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. ഇത് കേട്ടുകൊണ്ടാണ് അർജുൻ മുറിയിലേക്ക് കയറി വന്നത്. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അവന്റെ കണ്ണുകളിൽ ആ പഴയ ലയൺ ഉണർന്നു. അവൻ തന്യയുടെ കയ്യിൽ ബലമായി പിടിച്ചു തിരിച്ചു. മതിയാക്ക് തന്യ, ഇറങ്ങിപ്പോ എന്റെ ഫ്ലാറ്റിൽ നിന്ന്, അർജുൻ ഗർജിച്ചു. തന്യ ഞെട്ടിപ്പോയി. അർജുൻ ആദ്യമായാണ് അവളോട് ഇത്രയും ദേഷ്യപ്പെടുന്നത്, അതും ആ സ്നേഹയ്ക്ക് വേണ്ടി. നീ എന്നെ ഇറക്കി വിടുവാണോ അർജു, ഈ പെണ്ണിന് വേണ്ടി? തന്യ അവിശ്വാസത്തോടെ ചോദിച്ചു. അതെ, അവളെന്റെ ഭാര്യയാണ്. എന്റെ വീട്ടിൽ വന്ന് അവൾ അപമാനിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. അർജുന്റെ ശബ്ദത്തിലെ ദൃഢത തന്യയെ ഭയപ്പെടുത്തി. തന്യ കണ്ണുകളിൽ കടുത്ത പ്രതികാര ചിന്തയോടെ സ്നേഹയെയും അർജുനെയും മാറി മാറി നോക്കി. നീ ഇതിനനുഭവിക്കും അർജു. എന്നെ തള്ളിക്കളഞ്ഞതിന് നീ വലിയ വില നൽകേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. തന്നെ പോയതിനു ശേഷം അർജുൻ സ്നേഹയുടെ അരികിലേക്ക് നടന്നു ചെന്നു. അവൾ പേടിയോടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അർജുൻ പതുക്കെ അവളുടെ അരികിലിരുന്നു. അവളുടെ കെട്ടിയിരിക്കുന്ന കയ്യിൽ മൃദുവായി തൊട്ടു. പേടിക്കേണ്ട സ്നേഹ, ഇനി ആരും നിന്നെ ഉപദ്രവിക്കില്ല. ഞാനുള്ളപ്പോൾ ആരും. അവന്റെ വാക്കുകളിൽ വലിയൊരു സംരക്ഷണത്തിന് കരുത്തുണ്ടായിരുന്നു. സ്നേഹ ആദ്യമായി അർജുന്റെ ആ വലിയ കൈകളിലെ സുരക്ഷിതത്വം അനുഭവിച്ചു. എന്നാൽ പുറത്തേക്ക് പോയ തന്യ അർജുനെ തകർക്കാൻ പുതിയൊരു കെണി ഒരുക്കുകയായിരുന്നു. ബാംഗ്ലൂർ നഗരത്തിൽ പുതിയൊരു കൊടുങ്കാറ്റ്
വീശാൻ തുടങ്ങുകയാണ്. ഫ്ലാറ്റിൽ നിന്നും അർജുൻ തന്നെ പിടിച്ചിറക്കി വിട്ട ആ നിമിഷം തന്നിയുടെ ഉള്ളിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന പ്രണയത്തിന്റെ അവസാന തരിമ്പും കരിഞ്ഞു പോയിരുന്നു. ബാംഗ്ലൂരിലെ അൾട്രാ മോഡൽ കൾച്ചറിൽ താൻ ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കി മാത്രം ശീലിച്ച തന്നിക്ക് ആ അപമാനം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കാറിന്റെ സ്റ്റിയറിംഗിൽ കൈകൾ ശക്തമായി അടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടവളെ പോലെ അവൾ ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കേറിയ റോഡുകളിലൂടെ വണ്ടി പായിച്ചു. അവളുടെ കണ്ണുകളിൽ കണ്ണീരല്ല, പകരം ചോരപ്പകയാണ് നിഴലിച്ചിരുന്നത്. എന്നെ നീ വേണ്ടെന്ന് വെച്ചല്ലേടാ അർജു? ആ നാട്ടിൻപുറത്തുകാരി തുണി പോലും നേരെ ഉടുക്കാൻ അറിയാത്ത ആ പെണ്ണിന് വേണ്ടിയല്ലേ നീ എന്നെ കയ്യേറ്റം ചെയ്തത്? നിന്റെ ആ അഹങ്കാരം ഞാൻ തകർക്കും. ബാംഗ്ലൂർ ലയൺ എന്ന നിന്റെ ആ സാമ്രാജ്യം ഞാൻ മണ്ണോടൊപ്പിക്കും. അവൾ പല്ലുകൾ കടിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. അവൾ വണ്ടി നേരെ ഓടിച്ചുപോയത് ബാംഗ്ലൂരിന്റെ വടക്കേ അറ്റത്തുള്ള അധികമാരും കടന്നു ചെല്ലാൻ ഭയപ്പെടുന്ന ഒരു ഒഴിഞ്ഞ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കായിരുന്നു. അവിടെ പഴയൊരു ഇരുമ്പ് ഫാക്ടറിയുടെ മറവിൽ ബാംഗ്ലൂർ അധോലോകത്തെ മറ്റൊരു കറുത്ത ശക്തി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡേവിഡ്. ഹൈബാളിലെ ലാൻഡ് ഡീലിലും കോർപ്പറേറ്റ് കൊട്ടേഷനുകളിലും അർജുന്റെ ആൺകരത്തിന് മുന്നിൽ പലവട്ടം തോറ്റ് തുന്നമ്പാടി. തന്റെ സാമ്രാജ്യം നഷ്ടപ്പെട്ട് അർജുൻ എങ്ങനെ വീഴ്ത്താമെന്നറിയാതെ പുകഞ്ഞു കഴുകുകയായിരുന്നു ഡേവിഡും അവന്റെ ആളുകളും. അർജുന്റെ ശക്തിയും അവന്റെ നീക്കങ്ങളും കൃത്യമായി അറിയാവുന്ന, അവന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറാൻ പറ്റിയ ഒരു ചാരനെ ഡേവിഡിന് ആവശ്യമുണ്ടായിരുന്നു. ആ കൃത്യസമയത്താണ് തന്നെ ഡേവിഡിന്റെ താവളത്തിലേക്ക് ആഞ്ഞു കയറി ചെന്നത്. അവിടെ വലിയൊരു തൂകൽ സോഫയിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന ഡേവിഡിന്റെ മുന്നിലേക്ക് തന്നെ തന്റെ ഹൈ ഹീൽ ചെരുപ്പുകളുടെ ശബ്ദം മുഴക്കിക്കൊണ്ട് നടന്നു ചെന്നു. അവളുടെ വരവ് കണ്ട് ഡേവിഡിന്റെ ബോഡി ഗാർഡുകൾ ആയുധങ്ങളിലേക്ക് കൈവച്ചെങ്കിലും ഡേവിഡ് അവരെ കൈയേറ്റി തടഞ്ഞു. അവൾ നേരെ ചെന്ന് മേശപ്പുറത്തിരുന്ന മദ്യക്കുപ്പിയെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് ഒരൊറ്റ വലിക്ക് കുടിച്ചിറക്കി. അതിനുശേഷം ഡേവിഡിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി ചോദിച്ചു, നിനക്ക് അർജുനെ തീർക്കണോ ഡേവിഡ്? അവനെ ഈ ബാംഗ്ലൂരിലെ മണ്ണിൽ നിന്ന് വെട്ടിപ്പിളർന്ന് മാറ്റണോ? ഡേവിഡ് വന്യമായൊന്ന് ചിരിച്ചു. എന്നിട്ട് സിഗരറ്റ് പുക പുറത്തേക്ക് വിട്ടുകൊണ്ട് പറഞ്ഞു, അതിന് ബാംഗ്ലൂരിലെ എന്നെപ്പോലെ ആർക്കാ താല്പര്യമില്ലാത്തത് തന്നെയാ. പക്ഷേ അവൻ വെറുമൊരു ഗുണ്ടയല്ല, അവൻ ലയണാണ്. അവനെ തൊടാൻ പോയ പലരുടെയും ശവങ്ങൾ പോലും ഈ നഗരം കണ്ടിട്ടില്ല. അല്ല, നീ അവന്റെ നിഴലായി നടക്കുന്ന പെണ്ണല്ലേ? എന്നിട്ട് ഇപ്പോൾ നിന്റെ ഈ വരവിന് പിന്നിലെന്താ കഥ? തന്നെ തന്റെ ബാഗിൽ നിന്നും ലൈറ്റർ എടുത്ത് സിഗരറ്റിന് തീ കൊളുത്തി. അവളുടെ വിരലുകൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ എന്റേതായിരുന്നു ഡേവിഡ്. പക്ഷേ ഇപ്പോൾ അവൻ ആ പദവി മറന്നു. നാട്ടിൽ നിന്ന് അവന്റെ അമ്മ കണ്ടുപിടിച്ച ഒരു നാടൻ പെണ്ണിനെ അവൻ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, സ്നേഹ. അവൾക്ക് വേണ്ടി അവൻ ഇന്നെന്നെ തല്ലി ആട്ടി പുറത്താക്കി. അർജുന്റെ ആൺകരുത്ത് അവന്റെ ശരീരത്തിലല്ല, അവന്റെ ആ പുതിയ ഭാര്യയിലാണ്. അവനെ വീഴ്ത്തണമെങ്കിൽ നമ്മൾ ആദ്യം അടിക്കേണ്ടത് അവന്റെ ആ പെണ്ണിനെയാണ്. അവൾ അവന്റെ മുന്നിൽ കിടന്ന് പിടയണം. അത് കണ്ട് അർജുൻ നെഞ്ചു പൊട്ടി കരയണം. തന്നിയുടെ കണ്ണിലെ ആ വന്യമായ ക്രൂരത കണ്ട് അധോലോക നായകനായ ഡേവിഡിന് പോലും ഒരു നിമിഷം അമ്പരന്നുപോയി. പ്രണയം പ്രതികാരമായാൽ പെണ്ണും ഒരു സിംഹമാകുമെന്ന് അവന് മനസ്സിലായി. അർജുനെ തകർക്കാൻ ഇതിലും വലിയൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടില്ലെന്ന് ഉറപ്പിച്ച ഡേവിഡ് സോഫയിൽ നിന്നും എഴുന്നേറ്റു. നീ കാര്യങ്ങൾ കൃത്യമായാണ് പറയുന്നത് തന്നെയാ. അർജുനെ നേർക്കുനേർ തല്ലിത്തോൽപ്പിക്കാൻ എൻ്റെ ആളുകൾക്ക് കഴിയില്ല.
പക്ഷേ അവൻ്റെ ഈ ദുർബലമായ വശം നമുക്ക് ഉപയോഗിക്കാം. പറ, എന്താ നിന്റെ പ്ലാൻ? ഡേവിഡ് ചോദിച്ചു. തന്നെ ഡേവിഡിൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്ന് അർജുൻ്റെ ഫ്ലാറ്റിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും അവൻ എപ്പോഴൊക്കെയാണ് പുറത്തു പോകുന്നത് എന്നതിനെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ കൈമാറി. അർജുനെയും സ്നേഹയെയും ഒരുപോലെ ഇല്ലാതാക്കാനുള്ള ആ ഭീകരമായ ചതിക്കുഴി അവർ അവിടെ വെച്ച് തയ്യാറാക്കുകയായിരുന്നു. ആ രാത്രി മുഴുവൻ ആ ഇരുണ്ട മുറിയിലിരുന്ന് അവർ തങ്ങളുടെ കരുക്കൾ നീക്കി തുടങ്ങി. അപ്പം അങ്ങനെ നമ്മുടെ 4ാമത്തെ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല. ഞാൻ നിങ്ങൾക്ക് നാളെ ഒരു പാർട്ട് തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി 12 മണിക്ക് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇത്രേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്പീഡ് കൂട്ടണം എന്ന് പറഞ്ഞ ആളുകൾ ഒന്നിത് കേട്ടിട്ട് എന്താണ് അഭിപ്രായം എന്നൊന്നും കൂടെ പറയണേ. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കൂടെ പറയണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുന്നതും എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലെ എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ ഇതുപോലെയുള്ള സ്റ്റോറീസ് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.